ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാവും അല്ലേ? അപ്പോൾ ഇന്ന് ചേമ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വൈകിട്ടത്തെ ചായക്ക് ഇവനെ തന്നെ റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ അത്യാവശ്യം നമ്മളെ പറമ്പിലൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് ചേമ്പോ ചേനയോ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നല്ലതായിരിക്കും അല്ലേ? നമുക്ക് വേണ്ടപ്പോൾ കഴിക്കാൻ തോന്നുമ്പോൾ കൂടുതൽ വിഷമൊന്നും അടിക്കാതെയുള്ള പച്ചക്കറി നമുക്ക് കഴിക്കാമല്ലോ. ചേമ്പായാലും ചേനയായാലും കാച്ചിലായാലും അല്ലേ? അപ്പോൾ അതുപോലെ ഞാൻ കഴിഞ്ഞ വർഷം നട്ടെടുത്ത ചേമ്പാണ് കേട്ടോ ഇത്. ഇതിൽ ഒരു വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്താൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നോട്ടമൊന്നും കാര്യമായിട്ട് നോക്കലില്ല. ഞങ്ങൾ ആവശ്യത്തിനുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചേമ്പ് ഇത് മുഴുവനും ഞാൻ എടുക്കണില്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാനിവിടെ കഴുകി വൃത്തിയാക്കണുണ്ട്. നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ ചേനയോ പഴമയിലേക്കൊന്ന് പോകാൻ തോന്നിയാൽ നമുക്ക് ഒരു പക്ഷേ ചേമ്പൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടുമല്ലേ? പക്ഷെ നമുക്കൊരു ചേമ്പും തണ്ട് വേണം തോന്നി എന്താ ചെയ്യുക, കിട്ടില്ലല്ലോ എവിടെയും. അതുകൊണ്ട് പഴയ ആൾക്കാർ പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ അത്യാവശ്യം അധ്വാനിച്ചുണ്ടാക്കണം എന്നല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ വേണം എന്ത് സാധനമായാലും. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തുള്ള ചേമ്പൊക്കെ ഞാൻ പറിച്ചു. അത്യാവശ്യം കിഴങ്ങും വിത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് കുറച്ചെടുത്ത് ചായക്ക് വേവിക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അത്യാവശ്യം നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ടല്ലേ കട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം വേവാണ്ട് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വെന്തോന്ന് നോക്കുകയാണ്. കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. നല്ല പോലെ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വെന്തോന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പ്രസ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ആവാനുണ്ട്. അതെല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും നമുക്കൊരു ചമ്മന്തി കൂടെ അതിലേക്ക് വേണ്ട ചമ്മന്തി കൂടെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതിന് ആവശ്യമുള്ള ചെറിയ ഉള്ളി കാന്താരി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ കാന്താരി ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കാന്താരി ഒന്നുമില്ല. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കല്ലുപ്പും ഒരു ചെറിയ കഷ്ണം പുളിയും പാടെ ഞാൻ അരച്ചെടുത്തു. ചമ്മന്തിയൊക്കെ സെറ്റായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല നമ്മളെ വാഴൻ്റെ ഇലയൊക്കെ ഞാൻ വെട്ടിയെടുത്ത് ചേമ്പ് പുഴുങ്ങിയതിനൊക്കെ അതിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി അതിലേക്ക് നല്ല ചമ്മന്തിയും പിന്നെ എന്താ വേണ്ടല്ലേ? ഇതൊന്നും നമുക്ക് എത്ര കാശ് കൊടുത്താലും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല നാടൻ ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ഉഗ്രം കട്ടൻ ചായയും അതും കൂടെ കഴിച്ച് ആഹാ അന്തസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഫീലാവും നമുക്കല്ലേ? പ്രത്യേകിച്ച് നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി അത് പറിച്ചെടുത്ത് അതിനെ വേവിച്ച് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ ചമ്മന്തിയും ചേമ്പ് പുഴുങ്ങിയതും നല്ല കട്ടൻ ചായ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂടാനും മറക്കല്ലേ. താങ്ക് യു, ബായ്.